വീട്ടിൽ സ്വാമിമാരുണ്ടായതുകൊണ്ട് തന്നെ ഓരോ ദിവസവും വൈകുന്നേരത്തെ ഭക്ഷണം എന്താക്കും എന്നുള്ള ചിന്തേൻ്റെ ഒടുവിലാണ് ദോശയാക്കാന്നുള്ള തീരുമാനത്തിലെത്തിയത്. ദോശ എന്ന് പറഞ്ഞ സാധനം എനിക്ക് അധികം ഇഷ്ടമല്ല. കാരണം എപ്പോഴും നമ്മൾ കഴിക്കുന്ന സാധനം തന്നെ ആയതുകൊണ്ട് ദോശ എനിക്ക് അങ്ങനെ ഇഷ്ടവുമല്ല. പിന്നെ ഇപ്പോഴത്തെ ദോശ പണ്ടത്തെ ദോശേൻ്റെ അത്ര ടേസ്റ്റും ഇല്ല. എന്തോ ഒരു ടേസ്റ്റാണ് ഇപ്പോഴത്തെ ദോശയൊക്കെ. ഇനി അരിയുടേതാണോ എന്താണെന്ന് അറിയില്ല. എങ്ങനെ അത് ചുട്ടു നോക്കിയാലും ഒരു ടേസ്റ്റ് വരാത്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദോശ എനിക്കത്ര വലിയ ഇഷ്ടമില്ല ഇപ്പോൾ. അങ്ങനെ ദോശയാക്കാന്നുള്ള തീരുമാനമായി. ദോശയെല്ലാം ഒരുവിധം റെഡിയാക്കിയിട്ട് പാത്രത്തിലേക്ക് എടുത്തു വെച്ചു. ദോശയാക്കാനും മടി തന്നെയാണ്. കാരണം അത് ചിത്രം വരച്ചുകൊണ്ട് നിൽക്കേണ്ടതുകൊണ്ട് എനിക്ക് ദോശയാക്കാനും മടി തന്നെ. പിന്നെ ദോശയാക്കിയാൽ മാത്രം പോരല്ലോ, അതിനൊരു കൂട്ടാനും വേണ്ടേ. അങ്ങനെ ദോശേൻ്റെ കൂട്ടാൻ പച്ചടി ആക്കാന്നുള്ള തീരുമാനവുമായി. അങ്ങനെ പച്ചടിയും ആക്കിയേ. പച്ചടിയും ദോശയും ഒരു പഴയ കോമ്പിനേഷൻ ആണെങ്കിലും പിന്നെ എന്തെന്നപ്പം ഈ ആക്കൽ, ദിവസം ഈ ഒരു സാധനം വേണ്ടിയും വേണ്ടേ. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം വെറൈറ്റികളും മാറ്റി മാറ്റി പിടിക്കുന്നത്. ദോശ എനിക്ക് പൊതുവെ ഇഷ്ടമല്ലെങ്കിലും കറി മാറി മാറി വരുന്നതുകൊണ്ട് പിന്നെയും കഴിക്കും. അങ്ങനെ ദോശയും പച്ചടിയെല്ലാം റെഡിയായേ. അച്ഛന് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് എടുത്തു വെച്ചതായത്. അങ്ങനെ ഫോട്ടോ എല്ലാം എടുത്തിട്ട് റെഡി ആകുമ്പോഴത്തേക്ക് അച്ഛനും വന്നു, ഭക്ഷണവും കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും